ഹായ് ഫ്രണ്ട്സ്, മിൻസ വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു വേള കറിയായിട്ടാണ് വന്നേക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് മല്ലിപ്പൊടി മുളക് പൊടിയും ഒന്ന് ചൂടാക്കി എടുക്കണം. നല്ലതുപോലെ ചൂടായതിന് ശേഷം തന്നെ അതിലേക്ക് നമ്മൾ ആദ്യം തേങ്ങ എടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് ഈ മല്ലി മുളക് പൊടിയും ഇട്ട് കൊടുത്തതിന് ശേഷം മഞ്ഞൾപ്പൊടി, കൊച്ചുള്ളി, പിന്നെ ആവശ്യത്തിന് പുളിപ്പനുസരിച്ച് പുളിയും ഇട്ടിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പം നമ്മുടെ അരപ്പ് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് കറിച്ചട്ടിയിലേക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ ആവശ്യത്തിന് മണമുള്ള മുളകാണ് ഞാനിവിടെ ഇട്ടിരിക്കുന്നത്. അപ്പം മുളകും പിന്നെ തക്കാളിയും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി അതിലേക്ക് മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാൻ കറി അടുപ്പത്ത് വെക്കാൻ പോവുകയാണ്. ഇത് നമ്മുടെ വേള കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് മുള്ളും തലയും ഇട്ടാണ് നമ്മൾ കറി വെക്കുന്നത്. ഇപ്പം നമ്മൾ അടുപ്പിലിട്ട് വെക്കാൻ പോവുകയാണ്. അതിനുശേഷം കറി നന്നായിട്ട് തിളയ്ക്കുമ്പോഴത്തേക്കാണ് നമ്മൾ ഈ മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇത് വേളയുടെ മുള്ളും തലയും മാത്രമേ ഉള്ളൂ. എന്നിട്ട് നന്നായിട്ട് നമ്മൾ താത്തി കൊടുക്കുകയാണ്. കറിക്ക് മുകളിൽ നിൽക്കാതെ നമ്മൾ താത്തി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അടപ്പ് മൂടിയിട്ട് അടച്ചു കൊടുക്കും. പിന്നെ ഇതിലോട്ട് സ്പെഷ്യലായിട്ട് ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ കറി മസാല മാത്രമാണ് ഇതിൽ സ്പെഷ്യലായിട്ട് ചേർക്കുന്നത്. നമുക്കൊരു രുചിക്കും മണത്തിനൊക്കെ നല്ലതാണ്. നിങ്ങളൊന്ന് സ്പെഷ്യലി ആരെങ്കിലും ഇട്ട് നോക്കാത്തവരൊന്ന് ഇട്ട് നോക്കണേ. കറിയിൽ നമ്മൾ വേള, ചൂര ഇതിനൊക്കെ നല്ല ബെസ്റ്റാണ്. അപ്പം നമ്മുടെ കറി ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിലെത്തി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.